13 വാക്യങ്ങൾ മാത്രമുള്ള സൂറത്തുൽ മുംതഹനയിലെ അവസാനത്തെ 4 വാക്യങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളത്. അസ്മയുടെ ഉമ്മ മകളെ കാണാൻ വന്നതും മകൾ ഉമ്മയെ ആട്ടിയോടിച്ചതും തുടർന്ന് ആയിഷ അക്കാര്യം നബിയെ അറിയിച്ചതും നബി അറിയിച്ചപ്പോൾ അള്ളാഹു കാര്യം മനസ്സിലാക്കി അവതരിപ്പിച്ച ആയത്തുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ചർച്ച ചെയ്തത്. ഇങ്ങോട്ട് ശത്രുത ഇല്ലെങ്കിൽ പിന്നെ ലോക്യം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് അതിനു മുമ്പ് പറഞ്ഞ ആയത്തുകളെ വെട്ടിത്തിരുത്തിക്കൊണ്ട് അള്ളാഹു നിലപാട് മാറ്റിയതാണ് 9-ാമത്തെ വാക്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. ഇനി 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യം ഇസ്ലാമിക ശരീഅത്തിൽ വളരെ പ്രസക്തിയുള്ളതും പ്രാധാന്യമുള്ളതുമായ ഒരു വാക്യമാണ്. അത് അവതരിച്ച സന്ദർഭവുമായി ബന്ധപ്പെട്ട് അന്ന് അങ്ങനെയൊക്കെ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഒരു ഏടാകൂടം ഖുർആനിൽ അവതരിപ്പിച്ചതിൽ നിന്ന് ഖുർആൻ്റെ മുഫസ്സിറുകളും ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം നിർമ്മിച്ച ഫുഖഹാക്കളും കടഞ്ഞെടുത്ത മതനിയമങ്ങൾ എന്തൊക്കെയാണെന്നും ആ മതനിയമങ്ങളിൽ ഫുഖഹാക്കൾക്കിടയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് എന്നുമൊക്കെ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് തഫ്സീറുകളിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. മൗദൂദി ഒരു 5-8 പേജ് തന്നെ ഇതിൻ്റെ വിശദീകരണമായിട്ടും ഇതിൽ നിന്ന് കടഞ്ഞെടുത്ത ശരീഅത്ത് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചും അതിൽ ഫുഖഹാക്കൾക്കിടയിലും മദ്ഹബുകൾക്കിടയിലും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മൗദൂദി വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വാക്യം വായിക്കാം. വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാന കസർത്തുകളിലേക്ക് നമുക്ക് കടക്കാം. വിശ്വാസികളെ, വിശ്വാസിനികളായ സ്ത്രീകൾ അഭയാർത്ഥികളായിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം. അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. എന്നിട്ട് അവർ വിശ്വാസിനികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സത്യനിഷേധികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. ആ സ്ത്രീകൾ അവർക്ക് അനുവദനീയമല്ല. അവർക്ക് അവർ ചെലവഴിച്ചത് നിങ്ങൾ നൽകുകയും വേണം. ആ സ്ത്രീകൾക്ക് അവരുടെ പ്രതിഫലങ്ങൾ നിങ്ങൾ കൊടുത്താൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് വിരോധമില്ല. അവിശ്വാസിനികളുമായുള്ള ബന്ധം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ചെലവഴിച്ചതെന്തോ അത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക. അവർ ചെലവഴിച്ചതെന്തോ അത് അവരും ചോദിച്ചു കൊള്ളട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ വിധി. അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മുഹമ്മദ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൊലച്ചതിയുടെ ഒരു നല്ല ഒന്നാം തരം ദൃഷ്ടാന്തമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഹുദൈബിയ സന്ധി എന്ന പേരിൽ മുഹമ്മദ് മക്കക്കാരുമായി ഒരു കരാർ ഉണ്ടാക്കി. ആ കരാർ 10 കൊല്ലത്തേക്ക് ചില വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി യുദ്ധമോ അല്ലെങ്കിൽ പരസ്പരം അക്രമമോ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്വൈരമായി നിങ്ങളുടെ ഇടപാടുകൾ നടത്താം, ഞങ്ങൾക്ക് സ്വൈരമായി ഞങ്ങളുടെ ഇടപാടുകൾ നടത്താം, അതിൻ്റെ ഭാഗമായി ഞങ്ങളെ മക്കയിൽ വന്ന് ആരാധന നടത്തി പോകാൻ നിങ്ങൾ സൗകര്യം ചെയ്തു തരണം. അതുകൂടാതെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ മടക്കി അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദിൻ്റെ കൂടെ കൂടാൻ വേണ്ടി വരുന്ന ആളുകളെ ഈ കാലയളവിൽ മുഹമ്മദ് മക്കയിലേക്ക് തന്നെ തിരിച്ചയച്ചു കൊള്ളാം എന്നൊക്കെയായിരുന്നു ആ കരാറിലെ വ്യവസ്ഥകൾ. വേറെയും കുറേ വ്യവസ്ഥകളുണ്ട്. അതിലൊരു സുപ്രധാനമായ വ്യവസ്ഥയായിരുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും പലായനം ചെയ്ത് വരികയാണെങ്കിൽ അവരെ മദീനയിൽ നിർത്താൻ പാടില്ല, മുഹമ്മദ് അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ അയച്ചു കൊള്ളണം. എന്നാൽ മുഹമ്മദിനെ ഉപേക്ഷിച്ച് മക്കയിലേക്ക് ആരെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അവരെ മക്കക്കാർ തിരിച്ചയക്കണമെന്നില്ല. ഇത്രയും ഉദാരമായ ഒരു വ്യവസ്ഥയൊക്കെ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്നു. ആ സന്ധി എഴുതി ഒപ്പിടുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് അതിൻ്റെ മുകളിൽ എഴുതാൻ ശ്രമിച്ചപ്പോൾ മക്കക്കാർ അതിനെ എതിർത്തപ്പോൾ മുഹമ്മദ് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തൗഹീദിൽ പോലും വലിയ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മക്കക്കാർ പറയുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് മുഹമ്മദ് വളരെയധികം താഴോട്ട് ശിരസ് താഴ്ത്തിക്കൊണ്ട് മക്കക്കാർക്ക് കീഴടങ്ങുന്നതായി ഭാവിച്ചുകൊണ്ട് ഒക്കെ ഈ കരാർ എഴുതിയപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മർ അടക്കമുള്ള ആളുകൾക്ക് തന്നെ അതിൽ അമർഷമുണ്ടാവുകയും
അവരതിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം. എന്നാൽ അബൂബക്കറിന് യാതൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. കാരണം അബൂബക്കറിന് കാര്യമറിയാമായിരുന്നു, എന്താണ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്ന് അബൂബക്കറിന് അറിയാമായിരുന്നു. ഉമ്മറിന് പക്ഷേ അത് അത്ര അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അബൂബക്കർ ഉമ്മറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തോ സ്വകാര്യം പറഞ്ഞു എന്നും അതോടുകൂടി ഉമ്മർ ഹാപ്പിയായി എന്നും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ എന്തായിരുന്നു ഈ കരാറിൻ്റെ ഉദ്ദേശം എന്നും എന്തുകൊണ്ടാണ് മുഹമ്മദ് ഈ കരാറിൽ ഇത്രയും ഉദാരമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയത് എന്തിനായിരുന്നു എന്നത് പിന്നീട് മുഹമ്മദ് കാണിച്ചു കൂട്ടിയ ചതിയിൽ നിന്ന് വ്യക്തമാണ്. ഹുദൈബിയ കരാറ് പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറായിരുന്നില്ല, മഷി ഉണങ്ങും മുമ്പ് തന്നെ ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചതിക്കരാറായിരുന്നു. അതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. ഇതാ വാഹിദിയുടെ അസ്ബാബുൻ നുസൂലിൽ ഇതിൻ്റെ സന്ദർഭം വിവരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണിത്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, അതിലെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം. Just after signing the treaty, Subayya bint al-Haris went to the Prophet while he was still at Al-Hudaybiyah. Her husband, who was an unbeliever, came and said, "O Muhammad, return my wife to me, for you had agreed to return to us whoever runs away to you. The ink of the treaty has not dried yet." Allah then revealed this verse. ട്രീറ്റി സൈൻ ചെയ്ത് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് മുഹമ്മദ് ട്രീറ്റി ലംഘിക്കുന്നതിൻ്റെ ചിത്രമാണിത്. അങ്ങനെ തന്നെ പരാതി ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ഹുദൈബിയ സന്ധി ഒപ്പിട്ട ഉടനെ തന്നെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് അവളെ കരാറനുസരിച്ച് വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടപ്പോഴാണ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ആയത്തിറങ്ങിയത് എന്നും, അപ്പോഴാണ് മഷി ഉണങ്ങിയിട്ടില്ലല്ലോ മുഹമ്മദേ, അപ്പോഴേക്ക് നീ കരാർ ലംഘിക്കുകയാണോ എന്ന് ഈ സ്ത്രീയുടെ ഭർത്താവ് തന്നെ ചോദിക്കുന്നതായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഇതാ, ദ ട്രീറ്റി സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ഹീ ഷുഡ് റിട്ടേൺ ടു ദം whoever goes to him without the permission of his custodian. When women emigrated from Mecca to Prophet, Allah refused to return them back to the idolaters after it has been ascertained that they had migrated for Islam. അള്ളാഹു ട്രീറ്റ് അങ്ങോട്ട് ലംഘിച്ചു. കരാറ് വ്യവസ്ഥ അള്ളാഹു അപ്പം തന്നെ അങ്ങോട്ട് വീറ്റോ ചെയ്ത് റദ്ദാക്കി. കരാർ എഴുതി ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എന്തായിരുന്നു കരാറ്? മക്കയിൽ നിന്ന് ആര് മദീനയിലേക്ക് പോയാലും മദീനയിൽ അവരെ പിടിച്ചു നിർത്താൻ പാടില്ല, അവരെ മക്കയിലേക്ക് തിരിച്ചയക്കണം. മുഹമ്മദിൻ്റെ മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ മക്കയിൽ നിന്ന് തിരിച്ചയക്കേണ്ടതില്ല. ഇതായിരുന്നു ഹുദൈബിയ സന്ധിയിലെ കരാറ്. അതനുസരിച്ച് കുറേ പേര് സ്ത്രീകൾ, ഉമ്മറിൻ്റെ ഭാര്യമാരുൾപ്പെടെ നിരവധി സ്ത്രീകൾ മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി. അതേ സമയത്ത് ചിലർ ഭർത്താവ് അവിശ്വാസിയായി മക്കയിൽ ഇരിക്കെ തന്നെ മദീനയിലേക്ക് ചില സ്ത്രീകൾ മുഹമ്മദിൻ്റെ കൂടെ പോകാൻ തയ്യാറായിട്ട് വന്നു, ഇസ്ലാം സ്വീകരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ തിരിച്ച് മക്കയിലേക്ക് അയക്കേണ്ടത് കരാറ് പ്രകാരം മുഹമ്മദിൻ്റെ ബാധ്യതയായിരുന്നു. പക്ഷേ മുഹമ്മദ് ഫേക്ക് ഐ ഡി എടുത്ത് വീശിക്കൊണ്ട് കരാറിലെ വ്യവസ്ഥ അള്ളാഹു റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളെ തിരിച്ചയച്ചില്ല. അതാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഹുദൈബിയ സന്ധി ചതിക്കരാറായിരുന്നു എന്നും ആ സന്ധിയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് പലതരത്തിലും ഈ കരാർ ലംഘിച്ചിട്ടുണ്ട് എന്നും. അതിലൊന്ന് ഇതാണ്, കരാറിലെ ഈ വ്യവസ്ഥ ലംഘിച്ചു. അങ്ങോട്ട് വരുന്നവരെ തിരിച്ചയക്കണം എന്ന വ്യവസ്ഥ ലംഘിച്ചു. 2, മക്കക്കാരുടെ കച്ചവട സംഘങ്ങളെ മുഹമ്മദിൻ്റെ സംഘം തുടർന്നും പലയിടത്തും കൊള്ളയടിച്ചതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരാറ് പുല്ല് വില കൽപ്പിക്കപ്പെടാത്ത ഒരു ചതിക്കരാറ് മാത്രമായിരുന്നു എന്ന് വ്യക്തമാണ്. മക്കക്കാർ തന്നെ മുഹമ്മദിൻ്റെ നേരെ മഷി ഉണങ്ങിയിട്ടില്ലല്ലോ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയതായിട്ട് ഇസ്ലാമിൻ്റെ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെ എഴുതി വെച്ചതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നത്. ഇനി ഇബ്നു അബ്ബാസ്
ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത് ഈ ആയത്ത് പിന്നീട് നാട്ടുകാർ തന്നെ നസ്ഖ് ചെയ്തിരിക്കുന്നു എന്നാണ്. കുറഞ്ഞ കാലത്തേക്ക് മാത്രം, അതായത് ആ സംഭവവുമായി ബന്ധപ്പെട്ട ആ ഒരു പീരിയഡിൽ മാത്രം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നും അതിനെ തുടർന്ന് പിന്നെ നാട്ടുകാർ ഈ ആയത്തിനെ നസ്ഖ് ചെയ്ത് ക്യാൻസലാക്കി എന്നതാണ്. ദിസ് വേഴ്സ് ഈസ് എബ്രോഗേറ്റഡ് ബൈ യുനാനിമസ് കൺസെൻസസ് ഓഫ് മുസ്ലിംസ്. അല്ല റസൂലും അല്ല, മുസ്ലിങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അനുസരിച്ച് ഈ ആയത്ത് റദ്ദാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ റദ്ദാക്കിയിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറയുന്ന ഈ ആയത്തിൽ നിന്നാണ് ശരീഅത്ത് നിയമങ്ങൾ ഒരുപാട് ഖനനം ചെയ്ത് എടുത്തിട്ടുള്ളത് എന്നതാണ് ഇനി നമ്മൾ ഖുർആൻ്റെ തഫ്സീറുകളിൽ വായിക്കാൻ പോകുന്നത്. ഇനി അള്ളാഹു ഈ കരാറ് വ്യവസ്ഥ അബോളിഷ് ചെയ്യുകയാണ് ഉണ്ടായത്, ആ കരാറ് വ്യവസ്ഥ അള്ളാഹു റദ്ദാക്കുകയാണ് ഉണ്ടായത് എന്ന് നമ്മുടെ അഭിപ്രായമല്ല. ഇതാ ഇബ്നു കസീർ എഴുതി വച്ചിരിക്കുന്നത് നോക്കൂ. Allah abolished the part of the treaty between the prophet and the idolaters about the women particularly. So he forbade returning Muslim women to the idolaters and revealed the ayah about testing them. ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു കസീർ എഴുതി വെച്ചതാണിത്. അള്ളാഹു ആണ് കരാറിൻ്റെ ഈ വ്യവസ്ഥ റദ്ദാക്കിയതെന്ന്. മഷി ഉണങ്ങുന്നതിന് മുമ്പ് അള്ളാഹു റദ്ദാക്കി. അള്ളയും റസൂലും കൂടെയാണ് ഈ കരാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒപ്പിട്ടിട്ട് ആ പാവങ്ങളെ പറ്റിച്ചത്. മഷി ഉണങ്ങുന്നതിന് മുമ്പ് കരാറ് റദ്ദാക്കിയത് അള്ളാഹുവാണ് എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി ആധുനിക തഫ്സീറുകളിൽ ഈ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. കരാറ് ലംഘിക്കുകയാണ് മുഹമ്മദ് ചെയ്തത് എന്നും അള്ളാഹു കരാർ റദ്ദാക്കിക്കൊണ്ട് ആയത്തിറക്കുകയാണ് ചെയ്തത് എന്നും തുറന്ന് പറയാനുള്ള മടി കാരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റസൂല് ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്നും കരാർ ലംഘിച്ചു എന്നും വഞ്ചിച്ചു എന്നും വിശ്വാസികൾ മനസ്സിലാക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയ ആധുനിക മുഫസ്സിറുകൾ ചില സാങ്കേതിക വാദങ്ങൾ അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കോമഡിയാണ് നമ്മുടെയൊക്കെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. അവിടെ പറയുന്നത് അങ്ങോട്ട് വരുന്നവർ എന്നാണ് കരാറിൽ എഴുതിയിട്ടുള്ളത്, അതിൽ സ്ത്രീകൾ പെടൂല എന്നാണ്. അങ്ങോട്ട് വരുന്നവരെ ഇങ്ങോട്ട് തിരിച്ചയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് അത് ബാധകം, സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന ന്യായം കണ്ടുപിടിച്ചുകൊണ്ടൊക്കെയാണ് ഈ നഗ്നമായ ചതിയെ, കരാർ ലംഘനത്തെ വെളുപ്പിക്കാൻ നോക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ചതിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും വഞ്ചനയിലൂടെയും കള്ളത്തരങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും മാത്രമാണ് മുഹമ്മദ് മദീനയിലും പിന്നീട് മക്കയിലും ഈ മതം കെട്ടിപ്പൊക്കിയത്. മക്ക കീഴടക്കാൻ വേണ്ടി മുഹമ്മദ് കാണിച്ച കുതന്ത്രങ്ങളിലെ ഏറ്റവും ഭീകരമായ ചതിയായിരുന്നു ഈ ഹുദൈബിയ സന്ധി. ഈ ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയതിനെ തുടർന്ന് ആ സന്ധി, അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങൾ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ ആ സമയത്തുണ്ടായിരുന്നു. കാരണം ഒരുപാട് കുടുംബങ്ങളുടെ പകുതി മക്കയിലും പകുതി മദീനയിലുമായിട്ട് കഴിയാണ്. ആ കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനും ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കരാറിൽ ഇത്തരം വ്യവസ്ഥകളൊക്കെ മക്കക്കാർ ഉന്നയിക്കുന്നതും മുഹമ്മദ് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നതും. അതനുസരിച്ച് മുഹമ്മദിൻ്റെ കൂടെ ഇസ്ലാം വിശ്വസിച്ച് കൂടിയിരുന്ന സഹാബികളുടെ ഭാര്യമാരുൾപ്പെടെ നിരവധി പേര് തിരിച്ച് മക്കയിലേക്ക് പോയിട്ടുണ്ട്, ഇസ്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് പോയവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇബ്നു കസീർ നോക്കൂ എഴുതി വച്ചിരിക്കുന്നത്. Then Umar ibn Khattab divorced 2 of his wives who were idolaters, and one of them got married to Muawiyah and the other got married to Safwan. ഉമ്മറിൻ്റെ ഭാര്യമാരടക്കം മുർത്തദ്ദായി തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരെ ഉമർ ഡൈവോഴ്സ് ചെയ്യുകയും മുആവിയയും സഫ്വാനും ഒക്കെ മക്കയിൽ അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നാണ്. ഇനി വേറെ ചില വിവരണങ്ങളിൽ ഇങ്ങനെ മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദായി പോയ പെണ്ണുങ്ങളുടെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. 5-8 പെണ്ണുങ്ങളുടെ പേര് ചില തഫ്സീറുകളിൽ കാണാം. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ സ്വന്തം കുടുംബത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്, സ്വന്തം ഭർത്താക്കന്മാരുടെ കൂടെ പോകാൻ, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കൂടെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ പൂർവിക കുടുംബങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുഹമ്മദിനെ ഉപേക്ഷിച്ച്, മുഹമ്മദിൻ്റെ ഇസ്ലാം ഉപേക്ഷിച്ച്
മക്കയിലേക്ക് തിരിച്ചു പോകുന്നു. ഈ കരാറുണ്ടായതിന് ശേഷം. ഈ കരാറുണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ പോയിരുന്നെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമായിരുന്നു. അവരെ മുഹമ്മദ് ആ രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ ഈ കരാറ് വന്നപ്പോൾ അവർക്കൊക്കെ വലിയ ആശ്വാസമായി. ഈ കരാറ് സത്യമാണ് എന്നവർ വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് അങ്ങോട്ടും കുറേ പേര് ഇങ്ങോട്ടും ഒക്കെ പോകാൻ തുടങ്ങി, പരസ്പരം ബന്ധപ്പെടാൻ തുടങ്ങി. ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് അസ്മ എന്ന മകളെ കാണാൻ വേണ്ടിയിട്ട് മുശ്രിക്കായിരുന്ന അസ്മയുടെ ഉമ്മ ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വന്നത്. അപ്പോഴാണ് അസ്മ നേരത്തെ ഇറങ്ങിയ ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ആട്ടി ഓടിച്ചതും, പിന്നെ അക്കാര്യം ആയിഷ വന്ന് പറഞ്ഞപ്പോൾ അവരെ ആട്ടി ഓടിക്കേണ്ടതില്ല, ഇങ്ങോട്ട് ശത്രുത ഉള്ളവരോട് മാത്രം ശത്രുത കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആയത്ത് വെട്ടിത്തിരുത്തിയ അള്ളാഹു നിലപാട് മാറ്റിയതുമൊക്കെ ആ സന്ദർഭത്തിലാണ്. അപ്പോൾ ഈ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മക്കയിലും മദീനയിലുമായിട്ട് ഒരുപാട് പലായനങ്ങളും തിരിച്ചുപോക്കുകളും ഒരുപാട് കുടുംബങ്ങളുടെ കൂടിച്ചേരലുകളും വേർപിരിയലുകളും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അവിടെയാണ് മുഹമ്മദ് ഇങ്ങനെ ഒരു ഉദാരമായ വ്യവസ്ഥയോടുകൂടി കരാറുണ്ടാക്കിയതിന് ശേഷം മുഹമ്മദ് ഫേക്ക് ഐ ഡി എടുത്തിട്ട് കരാറിലെ വ്യവസ്ഥ അള്ളാഹു റദ്ദാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന പെണ്ണുങ്ങളെ തിരിച്ചങ്ങോട്ട് അയക്കേണ്ടതില്ല എന്ന ന്യായം അവതരിപ്പിക്കുന്നത്. ഇനി കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് എഴുതി വച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. അതുകഴിഞ്ഞ് സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് മൗദൂദി എഴുതി വച്ചിട്ടുള്ള വിശദമായ കുറിപ്പ് കൂടെ, അതിൽ നിന്ന് പ്രസക്തമായ ഭാഗങ്ങൾ കൂടെ വായിക്കാം. സത്യനിഷേധികളിൽ നിന്നും സത്യവിശ്വാസം സ്വീകരിച്ചു വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ ഏതൊക്കെയാണ് എന്ന് ഇതിൽ വിവരിച്ചിരിക്കുന്നു. അവയുടെ സംഗ്രഹം ഇപ്രകാരമാണ്. നിഷേധികളുടെ പക്ഷത്തു നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന സ്ത്രീകളെ അവരുടെ വാദം ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാനായി ഒന്ന് പരീക്ഷിക്കണം. അവരുടെ യഥാർത്ഥ നിലയെക്കുറിച്ച് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. ഇവിടെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളെ വിശ്വസിച്ച സ്ത്രീകൾ സ്വദേശം വിട്ടവരായി നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരെ പരീക്ഷിച്ച് നോക്കണം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ആ പറഞ്ഞതിലുള്ള വൈരുദ്ധ്യം നോക്കുക. ഒരാളുടെ വിശ്വാസം അള്ളാഹുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം വിശ്വാസം ഹൃദയത്തിലാണല്ലോ ഉള്ളത്. ഹൃദയത്തിലുള്ള വിശ്വാസവും പുറമേക്ക് പറയുന്നതും തമ്മിൽ ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥ വിശ്വാസം അറിയുള്ളൂ. എന്നിട്ട് ആ അള്ളാഹു പറയുകയാണ്, ആ പെണ്ണുങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് പരീക്ഷിച്ച് ഉറപ്പ് വരുത്തണം. അപ്പോൾ അള്ളാഹുവിന് വെളിവുണ്ടോ ഇല്ല നിങ്ങൾ ആലോചിക്കുക. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. ഒരാൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ, അയാളുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം എന്നതൊന്നും നാട്ടുകാർക്ക് അറിയാൻ പറ്റില്ല. എന്ത് പരീക്ഷണം നടത്തിയാലും, പ്രത്യേകിച്ച് അക്കാലത്ത്, ഇന്നാണെങ്കിൽ പിന്നെ നുണ പരിശോധിക്കാനൊക്കെ ഉള്ള കുറേ സംവിധാനങ്ങളുണ്ടെന്ന് വെക്കുക. അന്നും അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. എന്നിട്ട് അന്ന് അള്ള പറയാണ്, നിങ്ങൾ ആ പെണ്ണുങ്ങളുടെ വിശ്വാസം, അവർക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഈമാൻ ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പായാൽ അവരെ നിങ്ങൾ തിരിച്ചയക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതേസമയത്ത് ഈമാൻ ഉണ്ടോ ഇല്ലേന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നു. പക്ഷേ ബാഹ്യമായ നില നോക്കിയിട്ടാണല്ലോ ഇഹലോക നടപടികൾ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ നില വ്യക്തമാകേണ്ടതുണ്ട്. ഈ കൽപ്പന പ്രകാരം നബിയുടെ അടുത്ത് വന്ന സ്ത്രീകളെ അവിടുത്തെ നിർദ്ദേശപ്രകാരം ഉമർ പരീക്ഷിച്ചു. താൻ വന്നത് ഭർത്താവിനോടുള്ള വിരോധം കൊണ്ടല്ല എന്നും സ്വദേശം വിട്ട് മറുനാട്ടിലേക്ക് പോകുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്നും ഐഹിക നന്മയെ ലാക്കാക്കിയല്ല എന്നും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നും ഓരോ സ്ത്രീയിൽ നിന്നും സത്യവാങ്മൂലം ലഭിച്ച ശേഷമേ നബി അവരെ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മതി, എനിക്ക് ഈമാൻ ഉണ്ട്, ഞാൻ ഈമാനും കൊണ്ട് വന്നതാണ് എന്ന്. പക്ഷേ ഈമാൻ ഉണ്ടോ അല്ലേ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു കടലാസിൽ കപടമായിട്ട് എഴുതി കൊടുത്താലും ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകളെ പിടിച്ചു വെക്കാം. ഇനി സംഗ്രഹം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തത്, പരീക്ഷണത്തിൽ അവർ യഥാർത്ഥ വിശ്വാസികളാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അവരെ സത്യനിഷേധികളായ ഭർത്താക്കളുടെയോ നാട്ടുകാരുടെയോ അടുക്കലേക്ക് മടക്കിയേക്കാൻ പാടില്ല. ഈ ആയത്തിൽ നിന്നും ശരീഅത്ത് നിയമം കടഞ്ഞുണ്ടാക്കുകയാണ്. അടുത്തത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളും സത്യനിഷേധികളായ പുരുഷന്മാരും തമ്മിൽ വിവാഹബന്ധം പാടില്ല. അപ്പോൾ മുസ്ലിം വിശ്വാസിയായ ഒരാൾ ആ വിശ്വാസമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇതിൽ തന്നെ വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വേറെ ഉണ്ട്. കാരണം ജൂത സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും ഇങ്ങോട്ട് കല്യാണം കഴിക്കാമെന്നും തിരിച്ചു പാടില്ല എന്നും പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്. ആ ആയത്ത് റദ്ദാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്.
സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഭർത്താവ് നിഷേധത്തിൽ തുടരുകയും ചെയ്താൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടും. പക്ഷേ ആ ഭാര്യാഭർത്താക്കൾ തമ്മിൽ ദാമ്പത്യ സുഖം ആസ്വദിച്ചവരാണെങ്കിൽ അവളുടെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് അവനും ഇസ്ലാമിലേക്ക് വന്നാൽ വിവാഹബന്ധം വേർപ്പെടുന്നതല്ല. അപ്പോൾ ഇദ്ദയുടെ ഒരു കാലാവധി ഇയാൾക്ക് കൊടുക്കുകയാണ്. ആ കാലത്തിൻ്റെ ഉള്ളിൽ അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു വരികയാണെങ്കിൽ വേർപെട്ട ബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും കൂടും. ആദ്യ വിവാഹത്തിന്മേൽ തന്നെ അവർക്ക് ഭാര്യാഭർത്താക്കളായി ജീവിക്കാം. രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കച്ചവടം ഇടപാടിൽ തന്നെ തുടരാമെന്നാണ്. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിവാഹമൊന്നും അല്ല കേട്ടോ. ഇസ്ലാമിൽ ഇത് പെണ്ണിനെ കാശ് കൊടുത്ത് വാങ്ങുന്ന കച്ചവടം മാത്രമാണ്. അത് ഇനി വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് വളരെ ക്ലിയറായിട്ടത് മനസ്സിലാവും. 5. ഇതുപോലെ തന്നെ പുരുഷൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭാര്യ നിഷേധത്തിൽ തുടരുകയും ചെയ്താലും വിവാഹബന്ധം മുറിഞ്ഞു പോകുന്നതാണ്. ഒരു മുസ്ലിമായ ഒരാൾ വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കെ രണ്ടിലൊരാൾ മതവിശ്വാസം നഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നിമിഷം അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അവസാനിക്കുമെന്നാണ് ഇസ്ലാമിക ശരീഅത്തിലെ നിയമം. ആ നിയമം കടഞ്ഞെടുത്തത് ഈ ഒരു ഖുർആൻ ആയത്തിൽ നിന്നാണ് എന്ന് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. ഇനി അടുത്തത് 6. സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചതു നിമിത്തം വിവാഹബന്ധം വേർപെട്ടു പോകുന്ന സ്ത്രീകളെ വിവാഹത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കെ അയാൾ ഇസ്ലാമല്ല എങ്കിൽ ആ സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അതോടുകൂടി അവരുടെ വിവാഹബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദായി പോകുമെന്നും ആ സ്ത്രീയെ പിന്നെ മുസ്ലിങ്ങൾക്ക് വേറെ കാശ് കൊടുത്തിട്ട് കല്യാണം കഴിക്കാമെന്നുമാണ് ഇവിടെ പറയുന്നത്. മറ്റയാൾ ഡൈവോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആയത്തിൻ്റെ അവതരണത്തോടെ ഇതെല്ലാം ഇസ്ലാമിലെ സ്ഥിരം നിയമങ്ങളായി തീർന്നു. ഇതിനു മുമ്പ് ഇവയെക്കുറിച്ചും പ്രത്യേക നിയമങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നബിയുടെ പുത്രി സൈനബയെ അബുൽ ആസിന് വിവാഹം ചെയ്തു കൊടുത്തിരുന്നത്. സൈനബ ആദ്യമേ തന്നെ മുസ്ലിമത്താണെങ്കിലും അവർ മക്കയിൽ ഭർത്താവ് ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അബുൽ ആസ് ബദറിൽ വെച്ച് ബന്ധനസ്ഥനായി. അദ്ദേഹത്തിന് മോചനമൂല്യം നൽകേണ്ടതിന് സൈനബ അവരുടെ ആഭരണം നബിയുടെ അടുത്തേക്ക് കൊടുത്തയച്ചു. അത് അവരുടെ മാതാവ് ഖദീജ ബീവിയിൽ നിന്ന് ലഭിച്ചതായിരുന്നു. അത് കണ്ടപ്പോൾ നബിയുടെ ഹൃദയത്തിൽ ശക്തിയായ അലിവുണ്ടായി. അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, അവളുടെ ബന്ധനസ്ഥനെ മോചന മൂല്യം കൂടാതെ വിട്ടുകൊടുക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അവരത് അനുസരിച്ചു. നോക്കൂ, ഇവിടെ സ്വജനപക്ഷപാതവും ഇയാളുടെ ഇരട്ടത്താപ്പും സ്വാർത്ഥതയും വ്യക്തമാകുന്ന ഒരു ഉദാഹരണമാണിത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദിൻ്റെ മകളെ, സൈനബ എന്ന് പറയുന്ന മകളെ മുശ്രിക്കായ ഒരാൾക്ക് മിശ്ര വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ്. ഇസ്ലാം മതം ഉണ്ടായതിന് ശേഷമാണ്, അള്ളാഹ് ആയത്തിറക്കലും ജിബ്രീൽ ഒപ്പം നടക്കലും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനി അതല്ല അതിന് മുമ്പാണെങ്കിൽ പോലും അള്ളാഹ് ആയത്തിറക്കി തുടങ്ങുമ്പോൾ തന്നെ ഈ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അപ്പോൾ പറയേണ്ടതാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ മകളെ മുഹമ്മദ് മിശ്ര വിവാഹം ചെയ്തു. എന്നിട്ട് ആ മിശ്ര വിവാഹം അവർ തുടരുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ മകളും ഭർത്താവും മക്കയിൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ബദർ യുദ്ധത്തിൽ മുഹമ്മദിനെതിരായ ബദർ യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ മകളുടെ ഭർത്താവായ ഈ ചങ്ങാതിയും പങ്കെടുത്തു. അയാൾ മുഹമ്മദിൻ്റെ തടവുകാരനായി പിടിക്കപ്പെട്ടു. ബദറിൽ 70 പേരെ തടവുകാരായി പിടിച്ചതിൽ ഒരാൾ അബുൽ ആസായിരുന്നു. അവനെ തടവുകാരായി പിടിച്ചപ്പോൾ ബദറിലെ തടവുകാരെ എല്ലാവരും എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുണ്ടായ തർക്കവും അതിൻ്റെ തീരുമാനമൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതിൽ കുറച്ച് പേരെ കൊന്നു, കുറേ പേരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചു. അങ്ങനെ കച്ചവടാക്കുന്ന കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു, മരുമകനുണ്ടായിരുന്നു. മരുമകനെ മോചനദ്രവ്യം കൊടുത്ത് മോചിപ്പിക്കാനായിട്ട് നബിയുടെ മകൾ, അതായത് ഇയാളുടെ ഭാര്യ, അവിടുന്ന് കൊടുത്തയച്ചത് സ്ത്രീധനം കൊടുത്ത മാലയാണ്. നബിയുടെ ഭാര്യ ഖദീജ മകളെ കല്യാണം കഴിക്കുമ്പോൾ മകൾക്ക് കൊടുത്ത മാലയാണ് അവൾ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി ബാപ്പാൻ്റെ അടുത്തേക്ക് മോചനദ്രവ്യമായിട്ട് കൊടുത്തയക്കുന്നത്. ഈ മാല കണ്ടപ്പോൾ മുഹമ്മദ് ഇമോഷണലായി എന്നാണ് തഫ്സീറിൽ എഴുതി വെച്ചത്. മുഹമ്മദിന് അലിവുണ്ടായി. സ്വന്തം മകള് അവളുടെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ മകൾക്ക് കൊടുത്ത സമ്മാനം മോചനദ്രവ്യമായി കൊടുത്തയച്ചത് കണ്ടപ്പോൾ മുഹമ്മദിന് വികാരമുണ്ടായി. അതേ മുഹമ്മദ് അതേ യുദ്ധത്തിൽ
മകനെ കൊണ്ട് ബാപ്പായുടെ തല വെട്ടിക്കുന്ന കഥ അപ്പുറത്തുണ്ട്. അവിടെ മുഹമ്മദിന് വികാരം ഉണ്ടായില്ല, കാരണം അത് ആരാൻ്റെ മക്കളായിരുന്നു. മുഹമ്മദിന് സ്വന്തം മകളുടെയും സ്വന്തം മരുമകൻ്റെയും കാര്യം വന്നപ്പോൾ മോചനദ്രവ്യം പോലും വാങ്ങാതെ അയാളെ വിട്ടയക്കണം എന്ന് തോന്നി. എന്ന് മാത്രമല്ല, മിശ്ര വിവാഹിതരായ അവർ ഈ പറയുന്ന മകള് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ചു ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ആ ബന്ധം വീണ്ടും തുടരാൻ വേണ്ടിയിട്ട് അയാളെ അവളുടെ അടുത്തേക്ക് തിരിച്ചയക്കുകയാണ് അവിടെ ചെയ്യുന്നത്, മോചനദ്രവ്യം പോലും വാങ്ങാതെ. അപ്പോൾ മിശ്ര വിവാഹം തുടരുന്നതിൽ മുഹമ്മദിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല സ്വന്തം മകളുടെ കാര്യത്തിൽ. ആ മുഹമ്മദാണ് പിന്നീട് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞിട്ട് മിശ്ര വിവാഹം ഹറാമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും കൊല്ലങ്ങളോളം ഈ മുസ്ലിമായി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മകളും മുസ്ലിം അല്ലാത്ത മുശ്രിക്കായിട്ടുള്ള മരുമകനും ഒരുമിച്ച് ജീവിക്കുമ്പോഴൊന്നും അള്ളാഹുവിന് മിശ്ര വിവാഹം ഹറാമാണ് എന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അതിന് നിയമം ഉണ്ടാക്കിയിട്ടില്ല. ആ നിയമമൊക്കെ പിന്നെയാണ് വരുന്നത്. മുസ്ലിം സ്ത്രീയെ അമുസ്ലിമിന് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമം വന്ന് 2 കൊല്ലത്തിന് ശേഷമാണ് അബുൽ ആസ് സത്യവിശ്വാസം സ്വീകരിച്ചത്. ഈ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പ് 2 കൊല്ലക്കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ആയത്തിറങ്ങുന്നത്. ആ 2 കൊല്ലക്കാലം സൈനബും ഈ അബുൽ ആസും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തി പോന്നു. ഓട്ടോമാറ്റിക്കായിട്ട് വിവാഹമോചനം ഒന്നും നടന്നിട്ടില്ല. പിന്നീട് മക്ക വിജയത്തിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയത്താണ് ഇയാളും ഇസ്ലാം സ്വീകരിച്ച് വീണ്ടും മുഹമ്മദിന് കീഴടങ്ങുന്നത്. അപ്പോൾ അവരോട് ദാമ്പത്യം തുടരാൻ പറഞ്ഞു, രണ്ടാമത് കല്യാണം കഴിക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അനന്തരം പുതിയതായി നിക്കാഹും മഹറും കൂടാതെ പഴയ വിവാഹബന്ധം തുടർന്നു എന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ പറയുന്നു. നിക്കാഹും മഹറും പുതുക്കിയിട്ടാണ് വിവാഹബന്ധം തുടർന്നതെന്നാണ് അബ്ദുള്ള ഇബ്നു അംറിൽ നിന്നുള്ള റിപ്പോർട്ട്. അത് നുണയാവാനാണ് സാധ്യത. ബഹുഭൂരിപക്ഷം ഇമാമുകളും പറയുന്നത് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വിവാഹബന്ധം മുറിഞ്ഞു പോകുമെന്നാണ്. ജനങ്ങളിൽ പൊതുവേ നടപടിയും ഇദ്ദ കഴിഞ്ഞാൽ നിക്കാഹ് പുതുക്കലാണ്. അതിനാൽ ഭൂരിപക്ഷം ഇമാമുകളും പറയുന്നത് സൈനബയുടെ ഇദ്ദ കഴിയാതിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നത്രേ. അതുകൊണ്ടായിരിക്കും ഇബ്നു അബ്ബാസിൽ നിന്ന് വന്ന റിപ്പോർട്ട് ശരിയാവുകയാണെങ്കിൽ പഴയ വിവാഹബന്ധത്തിൽ തുടരാൻ അനുവദിച്ചത് എന്ന് സാരം. എന്നാൽ ആ റിപ്പോർട്ടിൽ എവിടെയോ തകരാറുള്ളതായി ഇമാം തുർമുദി സൂചിപ്പിച്ചിട്ടുണ്ട്. തകരാറൊന്നുമല്ല, 2 കൊല്ലം എന്തായാലും യുദ്ധം ഉണ്ടാവില്ലല്ലോ, അതാണ് തകരാറ്. 2 കൊല്ലത്തെ കാലാവധി ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. നബിയുടെ മകളുടെ കാര്യത്തിൽ ഈ പറയുന്ന ശരീഅത്ത് നിയമമൊന്നും ബാധകമാക്കിയിട്ടില്ല. അവിടെ ഉദാര സമീപനം അള്ളി റസൂലും കൂടെ അങ്ങോട്ട് സ്വീകരിച്ചു എന്നർത്ഥം. ഇനി അടുത്തത് 7. മേൽപ്രകാരം വിവാഹബന്ധം മുറിഞ്ഞ സ്ത്രീകളെ മുസ്ലിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് മര്യാദ അനുസരിച്ച് മഹർ കൊടുക്കണം. അവർ ചെലവഴിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ മഹർ എന്നാണ്. 8. മുൻ വിവാഹങ്ങളിൽ അവർക്ക് ഭർത്താക്കൾ കൊടുത്തിട്ടുള്ള മഹറുകൾ മുസ്ലിങ്ങൾക്ക് സത്യനിഷേധികളുടെ ഭാഗത്തു നിന്നും സത്യനിഷേധികൾക്ക് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും തിരിച്ചു വാങ്ങാവുന്നതാണ്. ഈ ഇനത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകപ്പെടേണ്ട സംഖ്യക്ക് ഗനീമത്ത് തുടങ്ങിയ പൊതു ഭണ്ഡാരത്തിൽ നിന്ന് ഭരണ നേതാവ് പരിഹാരം കാണണം. ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീറിൽ എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഇപ്പോൾ മക്കയിൽ നിന്ന് ഒരു സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിന് നഷ്ടമാണ്. കാരണം കാശ് കൊടുത്ത് വാങ്ങിയ പെണ്ണാണ് പോകുന്നത്. ഇത് കന്നുകാലി കച്ചവടം പോലുള്ള ഒരു ഏർപ്പാടാണ് ഇസ്ലാമിലെ ഈ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ കാശ് കൊടുത്ത് വാങ്ങിയ പെണ്ണ് മതം മാറി എന്നതിൻ്റെ പേരിൽ അയാളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് കൊടുത്ത കാശ് നഷ്ടം വരും. ആ നഷ്ടം നികത്താൻ ഈ പെണ്ണിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ആ പെണ്ണിന് വേണ്ടിയിട്ട് ആ നഷ്ടം നികത്താൻ പൊതു ഖജനാവിലെ പൈസ എടുത്തിട്ട് ഗനീമത്ത് മുതൽ, അതായത് കൊള്ള മുതൽ എടുത്തിട്ട് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ പറയുന്നത്. അങ്ങനെ പെണ്ണ് മതം മാറി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആ പെണ്ണിനോട്, അല്ലെങ്കിൽ ആ പെണ്ണിനെ മതം മാറ്റിയ മുഹമ്മദിൻ്റെ ആൾക്കാരോട് ആ പെണ്ണിൻ്റെ വില തിരിച്ചു ചോദിക്കാനുള്ള അവകാശം പെണ്ണിൻ്റെ മുശ്രിക്കായ ഭർത്താവിനുണ്ട് എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. മുസ്ലിമായ പെണ്ണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ പെണ്ണ് പുതിയാപ്പിളൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മഹർ അയാൾക്ക് തിരിച്ചു കൊടുക്കണം. പെണ്ണ് തിരിച്ചു കൊടുക്കാൻ പെണ്ണിൻ്റെ കയ്യിലില്ലെങ്കിൽ മക്കൾക്കാർ തിരിച്ചു കൊടുത്തോളണം. അപ്പോൾ ഈ ഇടപാടിൽ പുരുഷന്മാർക്ക് നഷ്ടം വരാൻ പാടില്ല. ഒരു ചിലവാക്കിയ കാശ്, അതാണ് ഇവിടെ ചിലവാക്കിയ കാശ് എന്ന് ഖുർആനിൽ പറയുന്നത്. ചിലവാക്കിയ കാശ് അവർക്ക് ആരെങ്കിലുമായിട്ട് കൊടുത്തിട്ട് നഷ്ടപരിഹാരം നടത്തണം എന്നാണ്. അപ്പോൾ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊട്ടകം,
അത്രയേ ഉള്ളൂ. കാശ് കൊടുത്ത് വാങ്ങിയൊരു ഒട്ടകം നമ്മളെ ഇട്ടെറിഞ്ഞ് പോവുകയാണെങ്കിൽ ആ കാശ് നമുക്ക് കിട്ടിയാൽ മതി, നമ്മളെ പ്രശ്നം തീർന്നു. ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളെ, ദാമ്പത്യ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെയൊക്കെ ഇസ്ലാം കൈകാര്യം ചെയ്തത്. ഇന്നും ഈ നിയമം വെച്ചിട്ടാണ് ഇത് ലോകത്തെല്ലായിടത്തും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മൗദൂദി വിശദമായിട്ട് 5-8 പേജിലായിട്ട് നിരത്തി എഴുതി വച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ സൂക്തങ്ങളിൽ ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയുമായും രാഷ്ട്രാന്തരീയ വ്യവസ്ഥയുമായും ബന്ധപ്പെട്ട 4 സുപ്രധാന നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1. അവിശ്വാസിയായ ഭർത്താവിന് മുസ്ലിം ഭാര്യയും മറിച്ചും അനുവദനീയമല്ല. 2. വിവാഹിതയായ സ്ത്രീ മുസ്ലിമായി ശത്രുദേശത്ത് നിന്ന് ഇസ്ലാമിക ദേശത്തേക്ക് പലായനം ചെയ്യുന്നതോടുകൂടി അവരുടെ വിവാഹബന്ധം ദുർബലപ്പെടുന്നു. ഏത് മുസ്ലിമിനും അവളെ വിവാഹമൂല്യം നൽകി നിക്കാഹ് ചെയ്യാവുന്നതാണ്. 3. ഇസ്ലാം സ്വീകരിക്കുന്ന പുരുഷൻ്റെ ഭാര്യ അവിശ്വാസിനിയാണെങ്കിൽ ആ വിവാഹബന്ധം തുടരുന്നത് അനുവദനീയമല്ല. 4. കുഫ്റിൻ്റെ ദേശവും ഇസ്ലാമിക ദേശവും തമ്മിൽ സന്ധിബന്ധങ്ങളുണ്ടെങ്കിൽ കുഫ്ർ ദേശത്തു നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ദേശത്തേക്ക് വരുന്ന സ്ത്രീക്ക് അവളുടെ തദ്ദേശീയ ഭർത്താവ് നൽകിയിട്ടുള്ള വിവാഹമൂല്യം തിരിച്ചു കൊടുപ്പിക്കാനും ദാറുൽ കുഫ്റിൽ തന്നെ തങ്ങുന്ന അവിശ്വാസിനിയായ ഭാര്യയ്ക്ക് ഇസ്ലാമിക ദേശത്തു നിന്നുള്ള ഭർത്താവ് നൽകിയിട്ടുള്ള വിവാഹമൂല്യം തിരിച്ചു വാങ്ങിക്കാനും ഇസ്ലാമിക ദേശം ഏർപ്പാട് ചെയ്യേണ്ടതാണ്. ഇത്രയും നിയമങ്ങളാണ് ഈ ഖുർആൻ വാക്യത്തിൽ നിന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് അള്ളാഹു അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നാണ് മൗദൂദി പറയുന്നത്. ഈ നിയമങ്ങളുടെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. ആദ്യകാലത്ത് ധാരാളം പുരുഷന്മാർ ഇസ്ലാം സ്വീകരിച്ചു, അവരുടെ ഭാര്യമാർ സ്വീകരിച്ചില്ല. സ്വയം ഇസ്ലാം സ്വീകരിച്ചുവെങ്കിലും ഭർത്താക്കന്മാർ കുഫ്രിൽ തന്നെ നിലകൊണ്ട ധാരാളം സ്ത്രീകളും ഉണ്ടായിരുന്നു. പ്രവാചകപുത്രിമാരിൽ ഒരാളായ സൈനബിൻ്റെ ഭർത്താവ് അബുൽ ആസ് തന്നെ അമുസ്ലിമായിരുന്നു. വളരെക്കാലം അദ്ദേഹം അവിശ്വാസിയായി തന്നെ കഴിഞ്ഞു. മുസ്ലിം സ്ത്രീക്ക് സത്യനിഷേധിയായ ഭർത്താവോ മുസ്ലിം പുരുഷന് സത്യനിഷേധിനിയായ ഭാര്യയോ അനുവദനീയമല്ലെന്ന നിയമമൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം ദാമ്പത്യങ്ങൾ തുടർന്നു പോന്നു. ഹിജ്റാനന്തരം കുറേ കൊല്ലങ്ങൾ ഈ അവസ്ഥ നിലനിന്നു. പല സ്ത്രീകളും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തു. അവരുടെ അവിശ്വാസികളായ ഭർത്താക്കന്മാർ ദാറുൽ കുഫ്രിൽ തന്നെ വസിക്കുകയായിരുന്നു. നിരവധി മുസ്ലിം പുരുഷന്മാരും പലായനം ചെയ്തു. അവരുടെ സത്യനിഷേധികളായ ഭാര്യമാർ ദാറുൽ കുഫ്രിൽ തന്നെ തുടരുകയും ചെയ്തു. അപ്പോഴും അവർ തമ്മിലുള്ള വിവാഹബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് സ്ത്രീകൾക്ക് വലിയ പീഡനമായി തീർന്നു. കാരണം പുരുഷന്മാരാണെങ്കിൽ വേറെ വിവാഹം ചെയ്യാം, സ്ത്രീകൾക്കാവട്ടെ മുൻ ഭർത്താവുമായുള്ള ബന്ധം ദുർബലപ്പെടുത്താതെ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം ഈ സൂക്തങ്ങൾ അവതരിച്ചതോടെയാണ് മുസ്ലിങ്ങളും ബഹുദൈവ വിശ്വാസികളും സത്യനിഷേധികളുമായ വിവാഹബന്ധം അവസാനിപ്പിച്ചത്. തുടർന്ന് ഇത് സംബന്ധിച്ച ഖണ്ഡിതവും സുനിർണിതവുമായ നിയമങ്ങളുണ്ടായി. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ നിയമങ്ങളെ 4 മുഖ്യ ശീർഷകങ്ങളായി ക്രോഡീകരിച്ചിരിക്കുന്നു. 1. മുസ്ലിം രാജ്യത്തെ പൗരന്മാരായ ദമ്പതികളിൽ ഒരാൾ മുസ്ലിമും അപരൻ അവിശ്വാസിയുമായിരിക്കുക. 2. അമുസ്ലിം രാജ്യത്തെ ദമ്പതിമാരിൽ ഒരാൾ മുസ്ലിമും അപരർ അവിശ്വാസിയുമായിരിക്കുക. 3. ദമ്പതികളിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് ദാറുൽ ഇസ്ലാമിലേക്ക്, അതായത് മുസ്ലിം രാജ്യത്തിലേക്ക് ഹിജ്റ ചെയ്തു വരികയും അപരൻ ദാറുൽ കുഫ്രിൽ, അതായത് ശത്രു രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുക. 4. മുസ്ലിങ്ങളായ ദമ്പതികളിൽ ഒരാൾ മതപരിത്യാഗം ചെയ്യുക. ഈ 4 അവസ്ഥകളെ സംബന്ധിച്ചും ഫുഖഹാക്കൾ സ്വീകരിച്ച നിലപാടുകൾ താഴെ വേർതിരിച്ച് വിവരിക്കാം. ഇവിടെ വ്യവസ്ഥകൾ പല മദ്ഹബുകളിലും പല ഫുഖഹാക്കളും വ്യത്യസ്തമായിട്ടാണ് കടഞ്ഞെടുത്തിട്ടുള്ളത്. അത് മൗദൂദി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂറ്റനാടിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടും പിന്നെ വിവിധ ഇമാമുകൾ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് മൗദൂദി ഇതിനെ പരത്തി പറഞ്ഞിട്ടുള്ളത്. ഞാനത് മുഴുവൻ വായിച്ച് സമയം കളയുന്നില്ല. ദാറുൽ കുഫ്റിൽ ഭാര്യ മുസ്ലിമും ഭർത്താവ് അമുസ്ലിമും ആവുക, അല്ലെങ്കിൽ ഭർത്താവ് മുസ്ലിമും ഭാര്യ വേദവിശ്വാസിനി അല്ലാത്ത അമുസ്ലിമും ആവുക. ഈ സാഹചര്യത്തിൽ ദമ്പതികൾ തമ്മിൽ സംസർഗമുണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 മാസമുറകൾ പിന്നിടുന്നതുവരെ വിവാഹബന്ധം ദുർബലപ്പെടുകയില്ല എന്നാണ് ഹനഫി മദ്ഹബ്. സ്ത്രീ ആർത്തവമില്ലാത്തവളാണെങ്കിൽ 3 മാസം പിന്നിടണം. ഇക്കാലത്തിനിടക്ക് മറുകക്ഷി കൂടി ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ വിവാഹബന്ധം നിലനിൽക്കും. അതുണ്ടായില്ലെങ്കിൽ സ്ത്രീയുടെ ഇദ്ദാകാലം കഴിയുന്നതോടുകൂടി അവരുടെ വിവാഹബന്ധം ദുർബലപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ മദ്ഹബിലും ഇതിലുള്ള കുറേ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ ഈ സൂക്തം അവതരിച്ച ശേഷവും രാജ്യാന്തരമുള്ളതോടൊപ്പം നബി വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ദാമ്പത്യബന്ധം നിലനിർത്തിയതായി സ്ഥാപിക്കുന്ന 3 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. 1. മക്ക വിമോചനത്തിന് അല്പം മുമ്പ്
മർറു ദഹ്റാനിൽ അബൂ സുഫിയാൻ മുസ്ലിം പാളയത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്നി ഹിന്ദ് മക്കയിൽ അവിശ്വാസിനിയായി തുടർന്നു. മക്ക വിമോചനത്തിന് ശേഷമാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്. നിക്കാഹ് പുതുക്കാതെ തന്നെ നബി അവരുടെ പഴയ ദാമ്പത്യം നിലനിർത്തി. മക്ക വിമോചനത്തിന് ശേഷം ഇക്രിമ, അബൂജഹലും ഹക്കീമുബിന് ഹിസാമും മക്കയിൽ നിന്ന് ഒളിച്ചോടുകയുണ്ടായി. എന്നാൽ അവരുടെ ഭാര്യമാർ ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ തുടരുകയാണുണ്ടായത്. പിന്നീട് അവർ തങ്ങളുടെ ഭർത്താക്കൾക്ക് നബിയിൽ നിന്ന് അഭയം വാങ്ങുകയും അവരെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. രണ്ടുപേരും തിരുസന്നിധിയിൽ ഹാജരായി ഇസ്ലാം സ്വീകരിച്ചു. നബി അവരുടെ വിവാഹബന്ധം നിലനിർത്തി. പ്രവാചകപുത്രി സൈനബ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോന്നിരുന്നു. അവരുടെ ഭർത്താവ് അബുൽ ആസ് അവിശ്വാസിയായി മക്കയിൽ തന്നെ വസിച്ചു. ഇതേപ്പറ്റി മുസ്നദ് അഹമ്മദും തിർമിദിയും ഇബ്നു മാജയും ഉദ്ധരിക്കുന്നു. ആസ് ഹിജ്റ 8-ാം ആണ്ടിൽ മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. തിരുമേനി പുതിയൊരു നിക്കാഹ് ഇല്ലാതെ തന്നെ തൻ്റെ പുത്രിയെ അബുൽ ആസിനോടൊപ്പം പൊറുക്കാൻ അനുവദിച്ചു. ഈ പറയുന്നതിലൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട്. അടുത്തത് മതപരിത്യാഗം. ഇത് രണ്ട് വിധത്തിലുമാകാം. ഒന്ന്, ദമ്പതികൾ ഒരുമിച്ച് മതപരിത്യാഗം ചെയ്യുക. രണ്ട്, അവരിൽ ഒരാൾ മതപരിത്യാഗം ചെയ്യുകയും മറ്റേയാൾ മുസ്ലിമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. ദമ്പതികൾ ഒന്നിച്ച് മതപരിത്യാഗം ചെയ്താൽ അത് സംസർഗം ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിലും ഉടനെയും സംസർഗത്തിന് ശേഷമാണെങ്കിൽ ഇദ്ദ തീരുന്നതോടു കൂടിയും മുസ്ലിങ്ങളായിരിക്കുമ്പോൾ അവർക്കിടയിൽ സ്ഥാപിതമായ ദാമ്പത്യബന്ധം അവസാനിക്കും എന്നാണ് ഷാഫികളും ഹംബലികളും പറയുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയാൽ അവർ രണ്ടാളെയും ദാമ്പത്യബന്ധം പിരിഞ്ഞു എന്ന മട്ടിലാണ് പിന്നെ അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക ജീവിത വ്യവസ്ഥയും നമ്മുടെ ഒരു സംസ്കാരവും നമ്മുടെ ഒരു ധാർമ്മികതയും വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൊണ്ട് എന്ത് ദൈവീകതയാണ് ഇതിലൊക്കെ ഉള്ളത്. മനുഷ്യത്വമില്ലാത്ത ഈ നിയമങ്ങൾക്ക് എന്ത് ദൈവീകതയാണ് നമുക്ക് കൽപ്പിക്കാൻ പറ്റുക? ദൈവമാണെങ്കിൽ ലേശം ഒരു മനുഷ്യപ്പറ്റും മനുഷ്യത്വമൊക്കെ വേണ്ടേ? ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ രണ്ടും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് രണ്ട് മതവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വിശ്വാസമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഒരാൾ വിശ്വാസി ഒരാൾ അവിശ്വാസിയുമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവായിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പോയിട്ട് ഇടപെടുകയും ആ ജീവിതം തകർക്കുകയും അവരുടെ കുട്ടികളെ അനാഥരാക്കുകയും ചെയ്യുന്ന തെമ്മാടിത്തങ്ങൾ ഇന്നും പല മഹല്ലുകളിലും പല മതരംഗത്തും നമ്മൾ കാണുന്നുണ്ട്, നിത്യവും കേൾക്കുന്നുണ്ട്. ഒരാൾ വിശ്വാസം നഷ്ടപ്പെട്ട് യുക്തിവാദി അയാളുടെ ഭാര്യയെയും കുട്ടികളെയും അയാളിൽ നിന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചനകൾ നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതേസമയത്ത് സമൂഹത്തിൽ കുറച്ച് ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആരും അടുത്തോട്ട് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ഹിദായത്തുള്ള ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ പാളയം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്പ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുകയും ചെയ്യുന്ന ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് പത്രങ്ങളിൽ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അതിനെക്കുറിച്ച് പിന്നീട് ഇവിടുത്തെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രബോധനം ഉൾപ്പെടെയുള്ള മൗദൂദികളുടെ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടെ അതിൻ്റെ അനിസ്ലാമികത്വമൊക്കെ വിശദീകരിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമൊക്കെ കുറിപ്പുകളും അഭിപ്രായങ്ങളും വന്നത് വായിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് വീണയെ കല്യാണം കഴിച്ചപ്പോൾ ഒരു മുസ്ലിം ലീഗ് നേതാവ് മൈക്ക് കെട്ടി കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂവിയ തെമ്മാടിത്തം നമ്മളൊക്കെ കേട്ടതാണ്. അത് ഏറ്റുവിളിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. കാരണം ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരമായിട്ട് കണക്കാക്കണം, ആ ബന്ധം അവസാനിച്ചതായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ അയാൾ മുർത്തദായിട്ട് കണക്കാക്കണം. മുർത്തദായാലും നിക്കാഹ് കഴിച്ചിട്ട് ഇസ്ലാമികമായി കല്യാണം കഴിച്ച രണ്ടുപേരും ഒരുമിച്ച് മുർത്തദായാലും അവർ അവിവാഹിതരാണ് എന്നും പിന്നീട് അവർ വ്യഭിചാരം ചെയ്യുന്നവരാണ് എന്നും കണക്കാക്കണം. അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര മനുഷ്യത്വ വിരുദ്ധമാണ്, എത്ര പ്രാകൃതമാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചിട്ടുള്ള ഈ വെളിപാടുകളും അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള മതനിയമങ്ങളും എന്ന് സാമാന്യ ബുദ്ധിയും സാമാന്യ മനുഷ്യത്വവും മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുക. നമുക്കിതിനൊക്കെ ബദലുണ്ട്. എന്താ ബദൽ? മനുഷ്യരാരെങ്കിലും പ്രണയിക്കുക, കല്യാണം കഴിക്കുക, ഒരുമിച്ച് ജീവിക്കുക ചെയ്തോട്ടെ. നിങ്ങളാരും ആരുടെയും അത്തരം സ്വകാര്യതകളിൽ പോയിട്ട് തലയിടണ്ട എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം. ഇസ്ലാമിന് അന്യമാണത്. ഇസ്ലാമിന് ഈ മതപരമായ സങ്കുചിതത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം.
ഭർത്താവ് മതപരിത്യാഗം ചെയ്യുകയും ഭാര്യ ഇസ്ലാമിൽ തുടരുകയും ചെയ്യുമ്പോൾ അവർ തമ്മിൽ നേരത്തെ സംസർഗം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉടനെ വിവാഹബന്ധം വേർപ്പെടുമെന്നാണ് ഹനഫികളുടെയും മാലിക്കികളുടെയും അഭിപ്രായം. എന്നാൽ ഷാഫികളും ഹംബലികളും സംസർഗം ഉണ്ടാകുന്നതിന് മുമ്പും പിമ്പും ഉള്ള അവസ്ഥകളെ വിവേചിച്ചിരിക്കുന്നു. സംസർഗം ഉണ്ടാകുന്നതിന് മുമ്പാണ് മതപരിത്യാഗം നടക്കുന്നതെങ്കിൽ ഉടനെ അവരുടെ വിവാഹബന്ധം ദുർബലപ്പെട്ടു. അതിനുശേഷമാണെങ്കിൽ ഇദ്ദാകാലം കഴിയുന്നതുവരെ വിവാഹം നിലനിൽക്കും. ഈ കാലത്തിനിടക്ക് ഭർത്താവ് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് ദാമ്പത്യം തുടരാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇദ്ദ തീരുന്നത് മുതലുള്ള പരിത്യാഗകാലത്ത് വിവാഹബന്ധം ദുർബലപ്പെട്ടതായി ഗണിക്കപ്പെടുന്നു. ഇനി കച്ചവട ഇടപാടിലെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നഷ്ടപരിഹാരം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള മൗദൂദിയുടെ വിവരണമാണ്. ഈ ഇടപാടിന് 2 രൂപമുണ്ടായിരുന്നു. 2 രൂപത്തോടും ഈ സൂക്തം യോജിക്കുന്നുണ്ട്. ഒരു രൂപം ഇതായിരുന്നു: മുസ്ലിങ്ങളുമായി ഉടമ്പടി ബന്ധമുള്ള അവിശ്വാസികളുമായി മുസ്ലിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഞങ്ങളിലേക്ക് വരുന്ന വിവാഹിത സ്ത്രീകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള വിവാഹമൂല്യം ഞങ്ങൾ തിരിച്ചു തരുന്നതാണ്. ഞങ്ങളുടെ ഭാര്യമാരായി നിങ്ങളുടെ നാട്ടിൽ കഴിയുന്ന അവിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള വിവാഹമൂല്യം നിങ്ങളും തിരിച്ചു തരേണ്ടതാണ്. പക്ഷേ അവർ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിലോ? അത് സംബന്ധിച്ച് സുഹരി വിശദീകരിക്കുന്നു: മക്കയിൽ വിഗ്രഹാരാധകരുടെ ഭാര്യമാരായി കഴിഞ്ഞിരുന്നവരും മദീനയിലേക്ക് പലായനം ചെയ്തവരുമായ മുസ്ലിം സ്ത്രീകൾക്ക് അവർ നൽകിയിരുന്ന വിവാഹമൂല്യം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തിരിച്ചു കൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറായി. പക്ഷേ മുഹാജിറുകളുടെ മക്കയിലുള്ള അവിശ്വാസികളായ ഭാര്യമാർക്ക് അവർ നൽകിയിരുന്ന വിവാഹമൂല്യം തിരിച്ചു കൊടുക്കാൻ വിഗ്രഹാരാധകർ കൂട്ടാക്കിയില്ല. ഈ സാഹചര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചു, മുസ്ലിം സ്ത്രീകളിൽ നിന്ന് വിഗ്രഹാരാധകർക്ക് ചേരേണ്ട വിവാഹമൂല്യം അവർക്ക് അയച്ചു കൊടുക്കാതെ അത് ശേഖരിച്ച് അതിൽ നിന്ന് ബന്ധപ്പെട്ട മുസ്ലിങ്ങൾ ഓരോരുത്തരും അവിശ്വാസിനികളായ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന വിവാഹമൂല്യം വകയിൽ തങ്ങൾക്ക് കിട്ടാനുള്ളതിന് തുല്യമായ സംഖ്യ വസൂൽ ചെയ്യേണ്ടതാണ്. മനുഷ്യർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ വിലയായിട്ട് കൊടുക്കേണ്ട പൈസ, ആ പൈസയിൽ നഷ്ടം വരുന്നത് എങ്ങനെയാണ് നികത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. ഇനിയുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ ആ കാര്യത്തിൽ. കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഗനീമത്ത് മുതലിൽ നിന്ന് അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് നീക്കി വെക്കുക, എന്നിട്ട് ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർക്ക് നഷ്ടപരിഹാരം പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുക. ഇതൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ തെറ്റിപ്പോയ ഭാര്യമാരിൽ നിന്ന് അത് ഈടാക്കാൻ പറ്റുമെങ്കിൽ ഈടാക്കുക, ഇല്ലെങ്കിൽ നാട്ടുകാർ പണം പിരിച്ചിട്ട് ഈ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. കാരണം പൈസ കൊടുത്ത് വാങ്ങിയ പെണ്ണാണ് പോണത്. പൈസ കൊടുത്ത് വാങ്ങിയവർ ഒട്ടകം പോകുന്നത് പോലെ തന്നെയാണ് ഒരു പെണ്ണ് പോകുന്നത്. പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ലൈംഗിക ശരീരമാണ് ഇസ്ലാമിൽ സ്ത്രീ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളിൽ അധികം ഞാൻ വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു പോവുകയാണത്. ഇനി ഖുർആനിലെ തുടർന്നുള്ള 11-ാമത്തെ വാക്യം: നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും സത്യനിഷേധികളിലേക്ക് പോയി കളയും എന്നിട്ട് നിങ്ങൾ അനന്തരം നടപടിയെടുക്കുകയും ചെയ്താൽ ആരുടെ ഭാര്യമാർ വിട്ടുപോയിട്ടുണ്ടോ അവർ ചിലവ് ചെയ്തതുപോലെ ഉള്ളത് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊള്ളുക. നിങ്ങൾ യാതൊരുവനിൽ വിശ്വസിക്കുന്നവരാണോ ആ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇപ്പോൾ ഞാനീ പറഞ്ഞതാണ്, ആരുടെയെങ്കിലും ഭാര്യ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മതം മാറിപ്പോവുകയോ നാട് വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ നഷ്ടപ്പെട്ട അയാൾക്ക് ചിലവായ കാശ് നാട്ടുകാർ പിരിച്ചു കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇമാം റാസി പറയുന്നു: സുഹരി, മസ്റൂഖ് എന്നിവർ നിവേദനം ചെയ്യുന്നു, മുസ്ലിങ്ങളിൽ നിന്ന് ശത്രുക്കളിലേക്ക് പോയ സ്ത്രീകളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് മഹർ തിരിച്ചു ചോദിക്കാം എന്നതും അള്ളാഹുവിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ്. അപ്രകാരം മുസ്ലിമായി വന്ന സ്ത്രീകളുടെ അമുസ്ലിം ഭർത്താക്കൾക്ക് അവരുടെ മഹർ വിഹിതവും ചോദിക്കാം. മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമം അംഗീകരിച്ചു, എന്നാൽ അമുസ്ലിങ്ങൾ അംഗീകരിച്ചില്ല. അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹക്കമിൻ്റെ കാര്യത്തിലാണ് ഇത് അവതരിച്ചത്. അവൾ മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി. ഖുറൈശിയായ അബ്ബാസ് ബിനു തമീം ആയിരുന്നു അവളുടെ ഭർത്താവ്. ഖുറൈശികളിൽ നിന്ന് അവളല്ലാതെ ആരും തിരിച്ചു മതം മാറിയിട്ടില്ല. പിന്നീട് അവൾ തന്നെയും ഇസ്ലാമിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇനി 12-ാമത്തെ വാക്യം: നബിയെ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ തങ്ങൾ അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ലെന്നും മോഷ്ടിക്കുകയില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും സന്താനങ്ങളെ കൊന്നുകളയുകയില്ലെന്നും മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന യാതൊരു കള്ളവാദവും കൊണ്ടുവരികയില്ലെന്നും ഒരു നല്ല കാര്യത്തിലും താങ്കളോട് അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും ബൈഅത്ത് ചെയ്യുവാനായി താങ്കളുടെ അടുക്കൽ വന്നാൽ അവരോട് പ്രതിജ്ഞ വാങ്ങുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്തുകൊള്ളുക. നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ഇമാം റാസിയുടെ വിശദീകരണം: മക്ക വിജയദിനത്തിൽ നബി അന്നത്തെ നടപടിയിൽ നിന്ന് വിരമിച്ച ശേഷം സ്ത്രീകളിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങി. നബി സഫയിലാണ് നിന്നത്. ഉമർ സ്ത്രീകളിൽ നിന്ന് ബയ്യത്ത് വാങ്ങി താഴെയും നിന്നു. നബിയുടെ വാക്കുകൾ അദ്ദേഹം അവർക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോൾ മുഖാവരണമണിഞ്ഞ് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് അവിടെ നബിയെ കാണാനെത്തി. നബി അവളോട് ചോദിച്ചു: നീ അള്ളാഹുവിൽ പങ്കുചേർക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവോ?
അപ്പോൾ ഹിന്ദ് തല ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹപൂജ നടത്തിയിരുന്നു. ഇപ്പോൾ അങ്ങ് പുരുഷന്മാരിൽ നിന്ന് ചോദിക്കാത്ത ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കുന്നു. പുരുഷന്മാർ ഇസ്ലാമും ജിഹാദും മാത്രമാണല്ലോ പ്രതിജ്ഞ ചെയ്തത്. അബൂ സുഫിയാൻ കീഴടങ്ങി മതം മാറി എന്ന് പറഞ്ഞിട്ടും ഹിന്ദ് മാറാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഹിന്ദ് വന്നിട്ട് മുഹമ്മദിന് കീഴടങ്ങുന്നതാണ് രംഗം. കീഴടങ്ങാൻ വരുമ്പോഴും അവർ മുഹമ്മദിനെ ചോദ്യം ചെയ്യുകയാണ്. മുഹമ്മദിൻ്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ വിഗ്രഹപൂജ നടത്തിയിരുന്നു. ഇപ്പോൾ അങ്ങ് പുരുഷന്മാരിൽ നിന്ന് ചോദിക്കാത്ത ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കുന്നു. പുരുഷന്മാർ ഇസ്ലാമും ജിഹാദും മാത്രമാണല്ലോ പ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ നബി വീണ്ടും, നീ മോഷ്ടിക്കരുത്. അപ്പോൾ ഹിന്ദ് പറഞ്ഞു, അബൂ സുഫിയാൻ പിശുക്കനായ മനുഷ്യനാണ്. ഞാൻ അയാളുടെ സ്വത്തിൽ നിന്ന് ഇന്നതൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കത് അനുവദനീയമാകുമോ ഇല്ലയോ? അബൂ സുഫിയാനിൽ നിന്ന് നീ എടുത്തു കഴിഞ്ഞത് നിനക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞ് നബി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് നബി ശരിക്കും അവളെ തിരിച്ചറിഞ്ഞത്. അവിടുന്ന് ചോദിച്ചു, നീ ഉത്തുബയുടെ മകൾ ഹിന്ദല്ലേ? അവൾ പറഞ്ഞു, അതെ. അള്ളാഹുവിൻ്റെ നബിയെ, കഴിഞ്ഞതെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണം. അള്ളാഹു നിനക്ക് പുറത്തു വരട്ടെ. തുടർന്ന് നബി പറഞ്ഞു, വ്യഭിചരിക്കരുത്. അവൾ പറഞ്ഞു, സ്വതന്ത്രയായ സ്ത്രീ വ്യഭിചരിക്കുമോ? സ്വതന്ത്രകൾ ആരും തന്നെ വ്യഭിചരിച്ചിട്ടില്ലെന്ന് ഒരു നിവേദനത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ കൊല്ലരുത്. അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, കുട്ടികളായിരിക്കെ ഞങ്ങൾ അവരെ പരിപാലിച്ചു വളർത്തി. അവർ വലുതായപ്പോൾ നിങ്ങൾ അവരെ കൊലപ്പെടുത്തി. അവർക്കും നിങ്ങൾക്കുമാണ് അത് കൂടുതൽ അറിയുക. കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദ് പറയുന്നത്, ഞങ്ങൾ പോറ്റി വളർത്തിയ കുട്ടികളെ നിങ്ങളല്ലേ കൊണ്ടുപോയി കൊന്നത്. ബദർ യുദ്ധത്തിൽ കൊന്നതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അവളുടെ മകൻ ഹൻലല ബദറിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഉമർ ചിരിച്ചു. മണ്ണ് കപ്പി റസൂൽ പുഞ്ചിരിച്ചു. എത്ര ക്രൂരമായ ചിരിയാണ് ഇവർ രണ്ടാളും ചിരിക്കുന്നത് നോക്കുക. ആ ഹിന്ദ് വന്ന് കീഴടങ്ങിയപ്പോൾ അവർക്കുണ്ടായ ആ ക്രൂരമായ പരിഹാസമാണ് ആ ചിരി. ഇനി 13-ാമത്തെ വാക്യം, ഈ അധ്യായത്തിലെ അവസാനത്തെ വാക്യം കൂടെ വായിക്കാം. വിശ്വസിച്ചവരെ അള്ളാഹു കോപിച്ച ഒരു ജനതയോട് നിങ്ങൾ മൈത്രിയിൽ ഏർപ്പെടരുത്. കുഴിമാടങ്ങളിലുള്ളവരെ സംബന്ധിച്ച് അവിശ്വാസികൾ ഹതാശരായ പോലെ പരലോകത്തെപ്പറ്റി അവർ ഹതാശരായിരിക്കുന്നു. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് സം പുവർ മുസ്ലിംസ് ഹു യൂസ് ടു ഇൻഫോം ദ ജ്യൂസ് ഓഫ് ദ ന്യൂസ് ഓഫ് മുസ്ലിംസ് ആൻഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. ദേ ഗോട്ട് ഇൻ എക്സ്ചേഞ്ച് സം ഓഫ് ദെയർ ഫ്രൂട്ട്സ് ആൻഡ് സോ അള്ളാഹ് വാണ്ട് ദം എഗൻസ്റ്റ് ദീസ്. പാവപ്പെട്ട ചില മുസ്ലിങ്ങൾ ജൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ അവരുടെ സഹായം തേടിയിരുന്നു. അവരുമായിട്ട് ചില ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു. അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് വാഹിദി പറയുന്നു. ഇപ്പോൾ കുടുംബബന്ധം, സ്ത്രീ പുരുഷ ബന്ധം, ദാമ്പത്യബന്ധം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഇസ്ലാമിൻ്റെ സങ്കല്പങ്ങൾ എത്രമാത്രം പ്രാകൃതമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ മതം മാറുന്നവരോടുമൊക്കെ ഈ മതം കൈക്കൊള്ളുന്ന സമീപനം എത്ര മനുഷ്യത്വരഹിതമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ക്രൂരവും മനുഷ്യത്വഹീനവുമാണ് എന്ന് ഈ ഖുർആൻ വചനവും അതിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടുള്ള ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളും വ്യക്തമാക്കുന്നു. ഇതോടെ മുംതഹന എന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ അധ്യായമാണ് ചർച്ചയ്ക്കെടുക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ആരംഭിക്കാം.